KPCC പ്രസിഡന്റ് ഇന്ന് 12 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താണ് നടപടിയെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഔദ്യോഗികമായി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഞാൻ ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത് കോൺഗ്രസ്സാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ്. ഞാനത് വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല. കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ജീർണത ഇപ്പോൾ അതിശക്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെരും മഴ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴാണ്. അത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്ത് പോയാൽ അത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. പേടിയാണെന്നല്ല, തടസ്സമായിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ, വനിതാ നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വമാകെ അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സസ്പെൻഷൻ മുഖേന ആ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ്. അതുകൊണ്ടൊന്നും കേരളം ഇത്ര ഗുരുതരമായ ഇതുപോലൊരു സംഭവം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇതൊരു ക്രിമിനൽ വാസനയോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനമാണ്. അപ്പോൾ ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായ രീതിയിലാണ് പ്രതികരിച്ചത്, കോൺഗ്രസ് ഉൾപ്പെടെ. ഞാൻ ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊന്നുമല്ല, ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചത്. എന്താണ് കോൺഗ്രസ്സുകാരെടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ MLA ആക്കി നിർത്തി ഇനി ഇവർ പറയുന്നത് പോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിന് MLA ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ CPM-ന്റെ രാജി ആവശ്യത്തിന് വലിയ ആത്മാർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ ഇത്തരം വിഷയങ്ങളിൽ CPM ഇങ്ങനെയല്ല രാജി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ആവശ്യപ്പെടുന്നത്. ആരോപണ സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആത്മാഭിമാന സദസ്സ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിലാകെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കാൻ പോവാണ്. അവിടെ സമാധാനം, ഇവിടെ ആക്രമണം നടത്തുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം.